പ്രസ് മീറ്റിംഗ് വരുന്നുണ്ട്, പെട്ടി ടാസ്ക് വരുന്നുണ്ട്, പണപ്പെട്ടി ടാസ്ക് വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഉള്ള വരുന്ന ഡേയ്സിൽ 1, 2, 2-ലധികമോ ആൾക്കാർ എവിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ മാത്രമേ സെക്കൻഡിന് 2 വീക്കെൻഡും കൂടി ഹാർഡ്ലി ഗെയിം കുറച്ചുകൂടി മുറുകാനായിട്ട് എന്നാൽ പിന്നെ അങ്ങനെ പോകത്തുണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു പെർസെപ്ഷൻ വെച്ച് നോക്കുമ്പോൾ കമ്മിങ് ഡേയ്സിൽ ദസ് ചാൻസ് ടു ശ്രീതു, അർജുൻ, സായി ആൻഡ് ഋഷി, ഇവർ 4 പേരിൽ ഔട്ട് ആവാൻ ചാൻസസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ഇവരുടെ ഗെയിം വെച്ചിട്ടാണ് ഞാൻ കളിക്കുന്നത്, സംസാരിക്കുന്നത്. ആൻഡ് അപ്സര, അഭിഷേക് ഉണ്ട് കേട്ടോ മറ്റേ ഔട്ട് ആവണം ഇതിൽ. അപ്സര, അതേപോലെ ജിൻഡോ, ജാസ്മിൻ, പിന്നെ ആരാ, പിന്നെ സിജോന്റെ കേസ് എനിക്കറിയത്തില്ല. ഇവർ 3 പേരും എന്തായാലും ആ ഒരു ഇതിലേക്ക് ഞാൻ കാണുന്നുണ്ട്. എവിറ്റ് ആവാനായിട്ട് ഇനി ചാൻസ്. നന്ദനയും എനിക്ക് ചാൻസ് തോന്നുന്നുണ്ട്, കാരണം നന്ദന അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ കമ്മിങ് ഡേയ്സിൽ എവിറ്റ് ആവാൻ ചാൻസസ്, എവിറ്റ് ആവേണ്ടത് കളി നന്നായിട്ട് സ്ട്രോങ് ആവണമെങ്കിൽ പെർഫോമൻസ് വൈസ് ഇപ്പോൾ സായി ആണെങ്കിലും ശ്രീതു, അർജുൻ കോംബോ വെച്ച് കളിക്കുന്നതാണ്. അഭിഷേക് ആണെങ്കിൽ ഇന്നലെ വോയിസ് ഒന്ന് റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് റേസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ആൻഡ് അൻസിബ ആണെങ്കിലും ഇവരെ വെച്ച് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ഓക്കെ അൻസിബ നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ സായി, ശ്രീതു, അർജുൻ, ഋഷിയിൽ ഏതെങ്കിലും ആൾക്കാർ 2 ഒരാളോ വെച്ച് ഔട്ട് ആവേണ്ടതാണ് ചാൻസസ് വരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് 7 നിന്ന് ഒരാൾ പണപ്പെട്ടി, പിന്നെ 6, 5 അതിൽ നിന്ന് കട്ട് ചെയ്ത് ടോപ്പ് 5 എന്നുള്ള രീതിയിലായിരിക്കും വരാൻ ചാൻസസ് ഉണ്ടാവുക. അപ്പോൾ ഈ പണപ്പെട്ടി ആരെടുക്കും? എനിക്ക് നിഗമനം ഋഷി എടുക്കുമോ, നന്ദന എടുക്കുമോ? നന്ദനയ്ക്ക് വീട് വെക്കണം, കടം വീട്ടണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അതുപോലെ നോറ ഇങ്ങനെ പാരൻസിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു പണപ്പെട്ടി ടാസ്ക്. നോറയാണോ ചോദിച്ചത്? നോറ ചോദിച്ചിട്ട് നോറയുടെ ബ്രദർ പറയുന്നുണ്ടായിരുന്നു ഇത് ഗെയിം അല്ലേ, നമ്മൾ പൈസ ആ ഒരു രീതിയിലല്ല, ഗെയിം കളിച്ചു പോകുക, ആ രീതിയിൽ പോകുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വരും ഡേയ്സിൽ ആരൊക്കെ ഡബിൾ ഡിവിഷനിൽ വരണം എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അസംഷൻ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ പണപ്പെട്ടിയിൽ നന്ദന പണപ്പെട്ടി എടുക്കുമോ, അങ്ങനെ എടുത്ത് ക്വിറ്റ് ചെയ്യുമോ? അതോ ഋഷിയും എനിക്ക് തോന്നുന്നത് ഗെയിമിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്ത് പണപ്പെട്ടി എടുത്ത് ക്വിറ്റ് ആവണ്ട, ഇങ്ങനെ തന്നെ പോട്ടെ എന്നുള്ള രീതിയിൽ ചിന്തിക്കോ എന്നുള്ളൊക്കെ ഒരു കൺഫ്യൂഷൻ എനിക്കുണ്ട്. നന്ദനയ്ക്കും പൈസയ്ക്ക്, എല്ലാവർക്കും അവിടെ പൈസയ്ക്ക് ആവശ്യമാണ്. പക്ഷെ എന്നാൽ പോലും നന്ദന അവിടെ എടുത്ത് പറയുന്ന ഒരു കാര്യമാണ് അമ്മയെ ഹെൽപ്പ് ചെയ്യണം, വീട് വെക്കണം എന്നുള്ളത്. അപ്പം കഴിഞ്ഞ തവണ നാദിരയാണ് പണപ്പെട്ടി എടുത്ത്, ആദ്യമൊക്കെ മണ്ടത്തരം എന്ന് പറഞ്ഞെങ്കിലും പക്ഷേ ബുദ്ധിപൂർവ്വമായിരുന്നു നീക്കമാണ് അവൾ ചെയ്തത്. അതേപോലെ ഇപ്രാവശ്യം ആരെങ്കിലും പണപ്പെട്ടി എടുക്കും, ഇവർ 2 പേരിൽ ആരെങ്കിലും പണപ്പെട്ടി എടുക്കുമോ? അത് എക്സ്പെക്ട് ചെയ്യാത്ത ഒരാൾ വന്നിട്ട് എടുത്ത് ബായി പറഞ്ഞ് പോകുമെന്ന് നമുക്കറിയത്തില്ല. കമ്മിങ് ഡേയ്സിൽ എന്തായാലും 1, 2 വിഷൻസ്, അതും ഈ പറഞ്ഞ പേരുകളിൽ ആൾക്കാർ പോവുകയാണെങ്കിൽ കളി കുറച്ചുകൂടി മുറുകുള്ളൂ. എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യാം.